കണ്ണൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് വയോധികന് ദാരുണാന്ത്യം. പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. ചെണ്ടയാട്ടെ കൃഷിയിടത്തിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കാലത്ത് 9 മണിക്ക് അങ്ങനെയാണ് പട്ടിപ്പഞ്ചായത്തിലെ മുതിയങ്ങ വരുന്ന പന്നീൻ്റെ കുത്തേറ്റ്. ആൾക്കാർ നമ്മൾ വൈരം കേൾക്കുന്നില്ല, എന്നാൽ ശരിക്കും കാര്യം അറിയില്ല. പാഞ്ഞു ഓടിപ്പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടില്ല. പന്നി ഇങ്ങനെ കുത്തിക്കൊണ്ടെത്തുന്നു. അതിനുശേഷം തൊട്ടടുത്ത് വണ്ടിയിൽ ടിക്കറ്റ് നിലയിലേക്ക് വന്ന് പന്നിശല്യത്തിലായിട്ടുണ്ടാകും. രാത്രിയിലെ പന്നിക്കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾ നമ്മുടെ വീട്ടിൽ ആരുണ്ടെന്ന് പറഞ്ഞ വീട്ടിൻ്റെ പറമ്പത്തൊക്കെ സ്ഥിരമായിട്ട് പോകുന്നത്. രാത്രി ഇപ്പോൾ നിരവധി കെട്ട് ഓടിക്കൂടി എത്തിയവരാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആശുപത്രി വഴിമധ്യേ പോയി എന്നാണ് പറഞ്ഞത്. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? രോഹിണി, നമ്മളിപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ രാവിലെ കൃഷിപ്പണിക്കായി വന്നതാണ് ശ്രീധരൻ എന്ന് പറഞ്ഞ ആൾ. ആ സമയത്താണ് കാട്ടുപന്നി അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാലിനും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ തന്നെ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വലിയ പരിക്കേറ്റിരുന്നു. രക്തം വാർന്ന് അദ്ദേഹം ഏറെ നേരം കിടക്കുകയും ചെയ്തിരുന്നു. ഈ ശബ്ദം കേട്ട ആളുകളാണ്, ഓടിയെത്തിയ ആളുകളാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹത്തെ ഈ ഒരു സംഭവം നേരിട്ട് കണ്ട് നാനുവേട്ടനോടെയുണ്ട്. നാനുവേട്ട, എത്ര മണിക്കാണ് സംഭവം? ഒരു 9 മണി എങ്ങനെ ആയിട്ടുണ്ടാവും. എങ്ങനെ സംഭവം അറിഞ്ഞ എങ്ങനെയാണ്? സംഭവത്ത് വരും കേട്ടിട്ട് വരുമ്പോ അവസ്ഥ ഇങ്ങനെ കോടിക്കിടന്ന ആള്. ഇപ്പോൾ ആൾക്കാർ തോനെ ചുറ്റുമുണ്ട്. ആൾക്കാർ ഒച്ചപ്പാട് കേട്ട് ഒരുപാട് ആൾക്കാർ വന്നു. എന്നിട്ട് ആശുപത്രിയിൽ എങ്ങനെ ആശുപത്രി തുണി കെട്ടിയിട്ട് 4 ആൾ കൂടി പിടിച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥ വളരെ മോശം തന്നെയാണ്. അത്ര തളർന്നു പോയി. ഇവിടെ സാധാരണ കാട്ടുപന്നിയുടെ ഒരു ശല്യമുള്ള സ്ഥലമാണ്. കിഴങ്ങും മറ്റും വഴിയൊക്കെ നശിപ്പിക്കലുണ്ട്. ആളുകൾ ഒന്നും ഇതുവരെ നോക്കിയില്ല. അപ്പോൾ മറ്റൊരു നാട്ടുകാരൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, ചേട്ടൻ എങ്ങനെ സംഭവം അറിഞ്ഞാൽ എങ്ങനെയാണ്? ഇതിൻ്റെ അപ്പുറത്ത് രാവിലെ പണിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ട് നമ്മളെ വിളിച്ച് കിട്ടിയില്ല. നമ്മളെ മരുവറിലാണ് എടുത്ത് കൊണ്ടുപോയത്. നമ്മൾ വിരമൾക്ക് എടുത്ത് കൊണ്ടുപോയിരുന്നു. ഇത് കാട്ടുപന്നി ശല്യം സ്ഥിരം നമ്മൾ കൃഷിയിലെന്ന് പറഞ്ഞാൽ കൃഷിയിൽ കാവലിരിക്കേണ്ട ഒരവസ്ഥയിലേക്കുള്ളത്. പിന്നെ മന്ത്രിമാർക്കൊന്നും ക്ലിഫ് ഹൗസിൽ പന്നി കയറില്ലല്ലോ, ലൈവാ പന്നി കയറില്ലല്ലോ. ഇപ്പോൾ ഈ വന്യജീവികൾക്ക് ഇവിടെ വസിക്കാൻ അധികാരവും ജനങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. അത് അടിയന്തരമായിട്ടും പരിഹരിക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ വരുമ്പോഴത്തേന് ആശുപത്രിയിൽ തോട് കടത്തിപ്പോയിന്. നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ആ സമയത്ത് അത്രക്കാരും ആളൊന്നുമില്ല. കാലത്തായതുകൊണ്ട് അധികം ആളില്ലേ, കുറച്ച് ആളുകളിൽ. ശബ്ദം കേട്ടിട്ടാണ് പുതിയൊരു ഈ നീതി വ്യവസ്ഥ കൊണ്ടുവരണമെന്ന് നമ്മൾ പറയുന്നു. രോഹിണിത, നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് അക്രമം നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാട്ടുപന്നിയുടെ അക്രമത്തിൽ സാരമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് അദ്ദേഹം പോയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പും മറ്റും കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന സമയത്താണ് ആളുകൾ ഇദ്ദേഹം ഇവിടെ കിടക്കുന്ന വിവരം അറിഞ്ഞ് ഇവിടെ വരികയും വലിയ നിലവിളിച്ചതും ആളുകൾ പേടിച്ചു പോയി. ഇവിടെ എത്തുന്ന സമയത്തേക്ക് ആളുകൾ ഭയന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ കൂടിയിരുന്ന നാട്ടുകാർ തന്നെയാണ് തുണിയിൽ അദ്ദേഹത്തെ ഒരു സ്ട്രെച്ചർ പോലെ കെട്ടി ഇവിടെ നിന്ന് നേരെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴേക്കും തന്നെ ധാരാളം രക്തം വാർന്നു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കാലിലും നെഞ്ചത്തുമൊക്കെ തന്നെ വലിയ മുറിവുകൾ ഏറ്റിരുന്നു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷമായിരിക്കും ഇനി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുക. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.